പാവനാത്മനേ പരിശുദ്ധാത്മാവേ, നിൻ തിരുചൈതന്യം ഞങ്ങൾ കേൾക്കണമേ. ത്രിയേക ദൈവത്തിൽ നിത്യസഹായകനേ, നിത്യം വാഴണമേ പരിശുദ്ധാത്മാവേ. ത്രിയേക ദൈവത്തിൽ നിത്യസഹായകനേ, നിത്യം വാഴണമേ പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണമേ, വരദാനങ്ങളുമായി വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണമേ, വരദാനങ്ങൾ. അഗ്നിനാവുകൾ പെന്തക്കോസ്ത് ഒരുക്കധ്യാനം. പ്രിയപ്പെട്ട ഷാലോം പ്രേക്ഷകരെ, നാം പെന്തക്കോസ്തയ്ക്ക് വേണ്ടി ഒരുങ്ങുകയാണ്. ഈ ദിവസം മുതൽ 8 ദിവസം ധ്യാനിക്കാൻ പോവുകയാണ്. ആഗോള കത്തോലിക്കർ അല്ലെങ്കിൽ മറ്റ് അപ്പോസ്തലിക് ചർച്ചിലുള്ളവരൊക്കെയും പെന്തക്കോസ്ത ഒരു വലിയ ആഘോഷമാണ് അവർക്ക്. അതിനേക്കാൾ ഉപരി അതൊരു വലിയൊരു അനുഭവമാണ്. അതൊരു ജീവിത നവീകരണത്തിന് ഏറെ സഹായകമായ ഒരു കാര്യമാണ്. ആയതിനാൽ നമുക്ക് ഈ ധ്യാനത്തിൽ ആത്മാർത്ഥമായിട്ട് ധ്യാനിക്കാം. അതിനുവേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കാം. സ്നേഹപിതാവായ ദൈവമേ, അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങളെല്ലാവരെയും സമർപ്പിക്കുന്നു. പെന്തക്കോസ്ത ദിവസം ശിഷ്യന്മാർ എപ്രകാരമാണ് ശക്തരായത്, പ്രത്യേകിച്ച് എഫേസസ് ലേഖനം 3:16 മുതലുള്ള വാക്യങ്ങളിൽ പൗലോസ് പറയുന്നത് പോലെ അവിടുത്തെ മഹത്വത്തിൻ്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം തൻ്റെ ആത്മാവിലൂടെ നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തുന്നതിനും വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കുന്നതിനും നിങ്ങൾ സ്നേഹത്തിൽ വേരുപാകി അടിയുറയ്ക്കുന്നതിനും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ പ്രാർത്ഥന ഞങ്ങളിലും സാർത്ഥകമാകുവാൻ വേണ്ടി ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാവരും അവിടുത്തെ മഹത്വത്തിൻ്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം അങ്ങയുടെ ആത്മാവിലൂടെ ഞങ്ങളുടെ ആന്തരിക മനുഷ്യൻ്റെ ശക്തി തിരിച്ചറിയുവാനും ഞങ്ങളിൽ വിശ്വാസം വഴി ക്രിസ്തു ഞങ്ങളിൽ രൂപപ്പെടുവാനും ഞങ്ങൾ സ്നേഹത്തിൽ വേരുപാകി അടിയുറയ്ക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആത്മസ്നാനം ഒരു വളരെ പ്രധാനപ്പെട്ടൊരു സംഭവമാണ്. പെന്തക്കോസ്ത ദിവസം ഉണ്ടായത് അതാണ്. അപ്പോസ്തലന്മാരെല്ലാം പരിശുദ്ധാത്മാവിനാൽ പൂരിതരായി ആത്മാവിൽ സ്നാനം സ്വീകരിച്ചു. അവർ പെന്തക്കോസ്ത ദിവസം തീനാക്കുകളുടെ രൂപത്തിൽ അവരിലേക്ക് ഇത് കടന്നു വന്നു. അതിനെ അനുസ്മരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ധ്യാനത്തിന് കൊടുത്തിരിക്കുന്ന പേര് അഗ്നിനാവുകൾ എന്നാണ്. അഗ്നിനാവുകൾ ഇനി റിപ്പീറ്റ് മറ്റ് ദിവസങ്ങളിൽ നമ്മൾ പറയുന്നതാണ്. നമ്മളെല്ലാവരും ധ്യാനിക്കേണ്ട ഒരു കാര്യമാണ്. അഗ്നിനാവുകൾ എന്ന് പറയുമ്പോൾ പെന്തക്കോസ്ത ദിവസം അവരുടെ മേൽ വന്ന അഗ്നിനാളങ്ങൾ വഴി അവരെങ്ങനെ ശക്തരായോ അതുപോലൊരു നവ്യമായ ഒരു ശക്തി നമ്മളിലേക്ക് കടന്നു വരുവാൻ നമുക്ക് ആഗ്രഹിക്കാം. പ്രിയമുള്ളവരെ, യേശുവിൻ്റെ പരസ്യ ജീവിതത്തിലും ഉടനീളം നമ്മൾ നോക്കിയാൽ ഒരു ആത്മസ്നാനത്തിന് ഈശോ കൊടുത്തിരുന്ന പ്രാധാന്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിലെ 8 മുതലുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു. സ്നാപകൻ പറയുകയാണ്, ഞാൻ ജലം കൊണ്ട് നിങ്ങൾക്ക് സ്നാനം നൽകി, എന്നാൽ എൻ്റെ പിന്നാലെ വരുന്നവൻ ആത്മാവിനാലും അഗ്നിയാലും നിങ്ങളെ സ്നാനപ്പെടുത്തും. ആത്മസ്നാനത്തെക്കുറിച്ച് അവിടെ ആദ്യമായിട്ട് പറയുന്നത് അവിടെയാണ്. ഇത് തന്നെ നമുക്ക് വീണ്ടും കാണാം. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 33 മുതലുള്ള വാക്യങ്ങളിൽ യോഹന്നാൻ പറയുകയാണ്, ജലം കൊണ്ട് സ്നാനം നൽകുവാൻ എന്നെ അയച്ചവൻ എന്നോട് പറഞ്ഞിരുന്നു, നീ സ്നാനം നൽകുമ്പോൾ പരിശുദ്ധാത്മാവ് ആരുടെ മേലാണ് പ്രാവിൻ്റെ രൂപത്തിൽ എഴുന്നള്ളി വരുന്നത്, അവനോ പരിശുദ്ധാത്മാവ് കൊണ്ട് നിങ്ങൾക്ക് സ്നാനം നൽകും. എന്താണ് ഈ പരിശുദ്ധാത്മാ സ്നാനം? എന്തിനധികം യേശു ഉത്ഥാനം ചെയ്തതിന് ശേഷം അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായത്തിലെ 5 മുതലുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു, യോഹന്നാൻ ജലം കൊണ്ട് നിങ്ങൾക്ക് സ്നാനം നൽകി, നിങ്ങളോ ഏറെ താമസിയാതെ പരിശുദ്ധാത്മാവിനാൽ സ്നാനമേക്കും. പ്രിയമുള്ളവരെ, ക്രൈസ്തവ ജീവിതത്തിലെ നാം ശക്തരാകുന്നതും ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ ഒരു ദൈവ പൈതലായി മാറുന്നതും ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലങ്ങൾ കൊണ്ട് സമൃദ്ധമായ ഒരു ജീവിതം നയിക്കുന്നതും ആത്മസ്നാനത്തിൻ്റെ അനുഭവത്തിലേക്ക് വരുമ്പോഴാണ്. ഓരോരുത്തരും ജ്ഞാനസ്നാനം സ്വീകരിച്ചപ്പോൾ തന്നെ ആത്മസ്നാനം സ്വീകരിച്ച് കഴിഞ്ഞു. അതുകൊണ്ട് നമുക്ക് പറയാവുന്നത് ഇതാണ്, ഓരോ ബന്ധക്കോസ്തായിലും നമ്മൾ ഓരോരുത്തരും ആത്മനിറവ് പ്രാപിക്കണമെന്നാണ്. ആത്മസ്നാനം പ്രാപിച്ച വ്യക്തികൾ ആത്മനിറവിലേക്ക് വരുവാൻ അത് സഹായകമാകും. അതുകൊണ്ട് ആത്മസ്നാനം സ്വീകരിക്കുന്നതിന് മുമ്പുള്ള അപ്പോസ്തലന്മാരെ കുറിച്ച് നമുക്കൊന്ന് കണ്ടെത്താം. ഈശോ തന്നെ ഇവരെ പലപ്പോഴും താൻ ദൈവപുത്രനാണെന്ന് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. യേശു ദൈവപുത്രനാണെന്ന് ദൈവാത്മാവിനാൽ നിറയുന്നവർക്ക് മാത്രമേ പറയുവാൻ സാധിക്കൂ.
യേശു ദൈവപുത്രനാണെന്ന് അധരം കൊണ്ട് പറയാൻ പറ്റും. പക്ഷെ ഹൃദയത്തിൻ്റെ തികവിൽ നിന്നും പറയണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വരണം. അതുകൊണ്ട് തന്നെയാണ് കർത്താവ് പലതവണ താൻ ദൈവപുത്രനാണെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം പ്രത്യേകമായിട്ട് യേശു ദൈവപുത്രനാണെന്ന് വെളിപ്പെടുത്തുന്ന ഒരു സുവിശേഷ ഭാഗമാണ്. ലഗ്യോൻ ബാധിച്ച മനുഷ്യൻ മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിലെ 7 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. മഹോന്നത ദൈവത്തിന്റെ പുത്രനായിരിക്കുന്ന മിശിഹായെ, എന്തിന് നീ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു? കർത്താവ് സ്നാനം സ്വീകരിച്ച സമയത്തും ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇതൊക്കെ കേട്ടവരാണ് അപ്പോസ്തലന്മാര്. പലതവണ അവരത് ഗ്രഹിക്കണമെന്ന് കർത്താവ് ആഗ്രഹിച്ച് കാണണം. പക്ഷേ മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 27 മുതലുള്ള വാക്യങ്ങളിൽ യേശുവും ശിഷ്യന്മാരും കേസറിയ ഫിലിപ്പയിലെ ഗ്രാമങ്ങളിലേക്ക് പുറപ്പെട്ടു. വഴിമധ്യേ അവൻ ശിഷ്യന്മാരോട് ചോദിച്ചു, ഞാൻ ആരാണെന്നാണ് മനുഷ്യർ പറയുന്നത്? അവർ പറഞ്ഞു, ചിലർ സ്നാപക യോഹന്നാനെന്നും മറ്റു ചിലർ ഏലിയായെന്നും വേറെ ചിലർ പ്രവാചകന്മാരിൽ ഒരുവനെന്നും പറയുന്നു. എന്നാൽ ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? അവരോട് ചോദിച്ചു. ഉടനെ പത്രോസ് പറയുന്ന മറുപടിയുണ്ട്. അവിടുന്ന് പറയണേ, നീ ക്രിസ്തുവാണ്. പത്രോസ് പറയുന്ന മറുപടി അതാണ്, നീ ക്രിസ്തുവാണ്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് അങ്ങനെയല്ല. ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ പത്രോസ് അവിടെ പറഞ്ഞ മറുപടി, നീ മഹോന്നത ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ് എന്നാണ്. ഇവിടെ ദൈവപുത്രൻ എന്ന് പറയുന്നില്ല. കാരണം മർക്കോസിൻ്റെ സുവിശേഷം റോമാക്കാർക്ക് എഴുതിയ ലേഖനമാണ്, വിജാതിയർക്ക് എഴുതിയതാണ്. മറ്റതാകട്ടെ യഹൂദർക്ക് എഴുതിയതാണ്. അവർക്കറിയാം ദൈവപുത്രനായിട്ട് വരുമെന്നുള്ളത്. ഇവിടെ പത്രോസിന് ഇത് മനസ്സിലായിട്ടില്ല എന്നതാണ് സത്യം. യേശു ദൈവപുത്രനാണെന്ന്, അവനെ അഭിഷിക്തനാണെന്ന് കാണുവാൻ അവന് കഴിഞ്ഞു. ഇനി വീണ്ടും നമ്മൾ കാണുന്നത് കർത്താവ് ഇവർ തന്നെ ദൈവപുത്രനായിട്ട് കണ്ടിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി തൻ്റെ പീഡാനുഭവത്തെയും ഉത്ഥാനത്തെയും കുറിച്ച് പ്രഖ്യാപിക്കുകയാണ് അവരോട്. മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 31 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് കാണാം. ഇതാ മനുഷ്യപുത്രൻ വളരെയേറെ സഹിക്കുകയും ജനപ്രമാണികൾ, പ്രധാന പുരോഹിതന്മാർ, നിയമജ്ഞർ എന്നിവരാൽ തിരസ്കരിക്കപ്പെടുകയും വധിക്കപ്പെടുകയും 3-ാം ദിവസം ഉയർത്തെണീക്കുകയും ചെയ്തു. കർത്താവിൻ്റെ ഉത്ഥാനമാണ് വാസ്തവത്തിൽ ക്രിസ്തീയ സഭയുടെയും ക്രിസ്ത്യാനികളുടെയും അടിസ്ഥാന കാര്യം. ഇത് പറഞ്ഞിട്ട് നമ്മൾ കാണുന്ന കാഴ്ച ഇതാണ്. പത്രോസ് അവനെ വിളിച്ച് മാറ്റി നിർത്തിക്കൊണ്ട് പറഞ്ഞു, തടസ്സം പറയാൻ തുടങ്ങി. കർത്താവ് ഉടനെ അവനെ വിളിക്കാവുന്നതിൽ ഏറ്റവും മോശമായൊരു വാക്ക് മറ്റൊന്നുമല്ല, സാത്താനെ നീ ദൂരെ പോകൂ, നിന്റെ ചിന്തകൾ ദൈവികമല്ല മാനുഷികമാണ്. പ്രിയമുള്ളവരെ, കർത്താവിനെ മനസ്സിലാക്കുവാൻ തക്ക വിധം പത്രോസിൻ്റെ കണ്ണുകൾ അന്ധമാണെന്ന് കർത്താവിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ പീഡാനുഭവത്തെക്കുറിച്ചല്ല മാത്രമല്ലല്ലോ പറഞ്ഞത്, ഉത്ഥാനത്തെക്കുറിച്ചാണ്. ഉത്ഥാനത്തിൻ്റെ ശക്തി തിരിച്ചറിയണമെങ്കിൽ ഇന്ന് പല ക്രൈസ്തവരും തനിക്കൊരു ഉത്ഥാനമുണ്ടെന്ന് അറിയാതെ ജീവിച്ചു പോകുന്നതിൻ്റെ പിന്നിൽ ഈ പത്രോസിൻ്റെ ആറ്റിറ്റ്യൂഡ്, മനോഭാവം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്ന് ഇത് വെളിപാട് തന്നെങ്കിൽ മാത്രമേ നമുക്ക് അവിടുത്തെ ദൈവപുത്രനായും അവിടുന്ന് മരിച്ച് ഉത്ഥാനം ചെയ്യുന്നവനായും അംഗീകരിക്കാൻ സാധിക്കൂ. യേശുവിൻ്റെ ഉത്ഥാനത്തെ അവർക്ക് മനസ്സിലായില്ല എന്ന് കണ്ടപ്പോൾ കർത്താവ് ഈ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് ഇതാ താബോർ മലയിലേക്ക് പോകുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 2 മുതലുള്ള വാക്യങ്ങളിൽ 6 ദിവസങ്ങൾക്ക് ശേഷം പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നിവരെ കൂട്ടിക്കൊണ്ട് അവിടുന്ന് താബോർ മലയിലേക്ക് പോവുകയാണ്. താൻ ഉത്ഥാനം ചെയ്താൽ എങ്ങനെ ഇരിക്കുമെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കുന്നു. അവിടുന്ന് ഇതാ രൂപാന്തരപ്പെടുന്നു. ഭൂമിയിലെ ഒരു അലക്കുകാരനും വെളുപ്പിക്കുവാൻ പറ്റാത്ത വണ്ണം വെണ്മയേറിയ വസ്ത്രം മോശയും ഏലിയായും ഇറങ്ങി വരുന്നത് കണ്ടു. ഉടനെ പത്രോസ് പറയുകയാണ്, നമുക്ക് 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം. പ്രിയമുള്ളവരെ, ഉദ്ധിതനായ ക്രിസ്തുവിനെ കൂടാരങ്ങളിൽ ഒതുക്കുവാൻ പറ്റില്ല. എങ്കിലും ആ രഹസ്യവും അവർക്ക് മനസ്സിലാകുന്നില്ല. അവരുടെ ധാരണ കൂടാരങ്ങളിൽ കർത്താവിനെ ഒതുക്കാമെന്നാണ്. കർത്താവ് പറഞ്ഞു, വരുവിൻ മക്കളെ, നമുക്ക് ജെറുസലേമിലേക്ക് പോകാം. പീഡാനുഭവത്തിൻ്റെ യാത്ര വീണ്ടും തുടരുകയാണ്. 9-ാം അധ്യായത്തിൻ്റെ 30 മുതലുള്ള വാക്യങ്ങളിൽ അവിടുന്ന് വീണ്ടും പറയുകയാണ്, ഇതാ മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടും. ഗലീലയിലൂടെ കടന്നു പോകുമ്പോഴാണ് ഇത് പറയുന്നത്. അവർ അവനെ പ്രഹരിക്കും, തുപ്പും, കുരിശിൽ തറച്ചു കൊല്ലും, 3-ാം ദിവസം ഉയർത്തെണീക്കും. സുവിശേഷങ്ങൾ എഴുതി വച്ചിരിക്കുന്നത് ഇക്കാര്യങ്ങൾ അവർക്ക് മനസ്സിലായില്ല. യേശുവിൻ്റെ പീഡാസഹനവും കുരിശുമരണവും ഉത്ഥാനവും ക്രിസ്ത്യാനിറ്റിയുടെ മർമ്മമാണെങ്കിൽ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യരെങ്കിലും മനസ്സിലാക്കി കാണുമെന്ന് കർത്താവ് കരുതിയിരുന്നെങ്കിൽ ഇതാ അവർ അമ്പയെ പരാജയപ്പെട്ടിരിക്കുന്നു. വീണ്ടും അവിടുന്ന് അവരെയും കൂട്ടിക്കൊണ്ട് പോകുന്ന വഴിക്ക് ഏതാണ്ട് ജെറുസലേമിന് അടുക്കാറായപ്പോൾ കർത്താവ് തിരിഞ്ഞു നിന്ന് അവരോട് പറഞ്ഞു, ഇതാ മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു. അവർ അവനെ പ്രഹരിക്കും, തുപ്പും, കുരിശിൽ തറച്ചു കൊല്ലും, 3-ാം ദിവസം ഉയർത്തെണീക്കും. ഇപ്പോൾ സംഭവിച്ചത് എന്താണെന്നറിയാമോ?
താബോർ മലയിൽ ക്രിസ്തുവിൻ്റെ ആ രൂപാന്തരീകരണം കണ്ട യാക്കോബും യോഹന്നാനും അവിടെ ചെന്നിട്ട് കർത്താവിനോട് പറയുകയാണ്, കർത്താവെ, ഞങ്ങൾ ചോദിക്കുന്നത് എന്തും അങ്ങ് ഞങ്ങൾക്ക് നൽകുമെന്നറിയാം. എന്താണ് അവർക്ക് ചോദിക്കാനുള്ളതെന്നറിയാമോ? കർത്താവെ, അങ്ങയുടെ രാജ്യം സ്ഥാപിക്കുമ്പോൾ ഒരുവന് വലതുവശവും മറ്റവൻ ഇടതുവശവും. അവരിപ്പോഴും മനസ്സിലാക്കുന്നത് യേശുവിനെ ഒരു രാഷ്ട്രീയ നവോദ്ധാരകനായിട്ടാണ്. ഈ റോമിൻ്റെ അടിമത്തത്തിൽ നിന്ന് അവരെ മോചിപ്പിച്ച് സ്വതന്ത്രരാക്കുമെന്നാണ്. അങ്ങനെയാകുമ്പോൾ യേശു രാജാവായി മാറും, ഒരുവൻ അഭ്യന്തരവും മറ്റവന് ധനകാര്യം കിട്ടുമെന്നാണ് അവരാവശ്യപ്പെട്ടത്. ഞാനിത് പറയുന്നത് മൂന്നാമതും പ്രവചിച്ചിട്ട് അവർക്കിത് മനസ്സിലാകുന്നില്ല. പിന്നീട് നമ്മൾ കാണുന്നത് ദൈവാത്മാവ് ലഭിക്കാൻ കിട്ടാതെ ആർക്കും യേശുവിനെ ശരിയാവണ്ണം സാക്ഷ്യം വഹിക്കാൻ സാധിക്കില്ല, അഥവാ കർത്താവിൻ്റെ സഹനത്തോട് യോജിക്കുവാൻ കഴിയുകയില്ല എന്നതാണ് നമ്മൾ കാണുന്നത്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായത്തിലെ 31 മുതലുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു: ശിമയോൻ, ശിമയോൻ, നിന്നെ ഗോതമ്പ് പാറ്റുന്നത് പോലെ സാത്താൻ പാറ്റുന്നത് കണ്ടു. നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവൻ പറഞ്ഞു, കർത്താവേ, നിനക്ക് വേണ്ടി കാരാഗൃഹത്തിൽ പോകുവാനും മരിക്കാനും ഞാൻ തയ്യാറാണ്. കർത്താവ് പറഞ്ഞു, പത്രോസേ, ശിമയോനെ, നീ ഇന്ന് കോഴി കൂവുന്നതിന് മുമ്പ് 3 പ്രാവശ്യം എന്നെ തള്ളിപ്പറയും. പ്രിയമുള്ളവരെ, പത്രോസ് അത് ചെയ്യേണ്ടി വന്നു. ഇനിയുമുണ്ട്. കർത്താവിനെ പിടിക്കുന്ന രംഗത്തേക്ക് നമുക്ക് നോക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിലെ 45 മുതലുള്ള വാക്യങ്ങളിലാണ് ഈ സംഭവം. അതിൽ 51-ാമത്തെ വാക്യത്തിൽ യൂദാസ് ചുംബനം കൊണ്ട് ഒറ്റ കൊടുക്കുന്നു. ഉടനെ തന്നെ അവരെ കർത്താവിനെ പിടിക്കുന്ന സമയത്ത് അവരെല്ലാവരും എല്ലാവരും ഓടിപ്പോയി. ഒരാൾ മാത്രം അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതാരായിരിക്കാമെന്ന് പറഞ്ഞാൽ ഒരു യുവാവ്. അവൻ അവിടെ ഓടിയില്ല. പിന്നെ എഴുതി വെച്ചിരിക്കുകയാണ്, അവൻ ഓടാതിരുന്നത് മറന്നും കൊണ്ടല്ല, അവനൊരു പുതപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പുതപ്പ് മാത്രം ധരിച്ച അവന് ഓടിയാൽ വിവരം അറിയുമെന്ന് പറഞ്ഞ് നിന്നതാണ്. പക്ഷേ ആ വസ്ത്രത്തിൽ കയറി പിടിച്ചപ്പോൾ മറ്റവരേക്കാൾ ദയനീയമായ ഒരു ഓട്ടമാണ് അവൻ ഓടിയത്. എന്താണെന്നറിയാമോ? അവൻ ആ തുണി ഉപേക്ഷിച്ച് നഗ്നനായി ഓടിപ്പോയി. എന്ന് പറയുന്നത്, ദൈവാത്മാവിൻ്റെ നിറവ് കൂടാതെ ക്രിസ്ത്യാനി ജീവിച്ചാൽ പലയിടത്തും അവന് സാക്ഷ്യം വഹിക്കുവാനും അവന് വേണ്ടി വിശ്വാസത്തിന് വേണ്ടി ത്യാഗം സഹിക്കുവാനും മനുഷ്യന് സാധ്യമല്ല എന്നതിൻ്റെ തെളിവാണിത്. അവർ ഓടി, എല്ലാവരും ചിതറിക്കപ്പെട്ടു. എന്തിനധികം പറയണം? കർത്താവിനെ കുരിശിൽ തറച്ചു, പീഡാസഹനവും കുരിശുമരണവും കഴിഞ്ഞു. 3-ാം ദിവസം കർത്താവ് ഉയർത്തെണീറ്റ കാര്യം ഓടി വന്ന് മറിയവും മഗ്ദലന മറിയവും കൂടി വന്ന് അറിയിക്കുന്നു ഇവരെ. ഇവിടെ വന്ന് പറയുമ്പോൾ ശിഷ്യന്മാരത് വിശ്വസിച്ചില്ലെന്ന് മാത്രമല്ല, പത്രോസും യോഹന്നാനും കൂടെ ഒന്ന് ഓടിപ്പോയി കല്ലറയെങ്കിൽ ചെന്നു. ആദ്യം യോഹന്നാൻ അവിടെ ചെന്നെങ്കിലും പത്രോസ് വരാൻ വെയിറ്റ് ചെയ്തു. പത്രോസ് അകത്ത് കടന്നു. അവിടെ കർത്താവിൻ്റെ വസ്ത്രം നോക്കി ഉയർത്തെണീറ്റെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം തിരിച്ചു വന്നിട്ട് അവൻ പറയുകയാണ്, കൂട്ടരെ, ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു, നിങ്ങൾ വല്ലവരും പോരുന്നു. പ്രിയമുള്ളവരെ, കണ്ണുകൊണ്ട് കണ്ട് ബോധ്യപ്പെട്ടിട്ടാണ് തിരിച്ചു വന്ന് പറയുന്നത്, ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു എന്ന്. കടലിൽ പോയി. അവസാനം രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് അവർക്കൊന്നും കിട്ടിയില്ല. വെളുപ്പിന് രാവിലെ കർത്താവ് മീനും വറുത്ത് വെച്ച് അവരെ കാത്തിരിക്കുന്നു. മക്കളെ, ഇപ്പോൾ പിടിച്ച മീൻ കൊണ്ടുവരിക. ഞാൻ പറയുന്നത്, അവിടെ 153 വലിയ മത്സ്യങ്ങളുമായി വള്ളം അടുത്ത് വന്നു. പത്രോസ് കർത്താവാണെന്ന് യോഹന്നാൻ പറയുന്നത് കേട്ടുകൊണ്ട് വസ്ത്രമില്ലായിരുന്നെങ്കിൽ എടുത്ത് ഉടുത്തുകൊണ്ട് കടലിലേക്ക് ചാടി ഇറങ്ങി വന്ന പാർട്ടിയാണ്. ഇവിടെ വന്നിട്ട് കർത്താവ് പറഞ്ഞു, മക്കളെ, ഭക്ഷണം കഴിക്കുവിൻ. അതിനുശേഷം അവരെ കൊണ്ടുവന്ന് സെഹിയോൻ ഊട്ടുശാലയിൽ ഇരുത്തിയിട്ട് പറഞ്ഞു, മക്കളെ, ഉന്നതങ്ങളിൽ നിന്നും ശക്തി ധരിക്കുന്നത് വരെ നിങ്ങൾ ജെറുസലേം വിട്ട് പോകരുത്. അങ്ങനെ പരിശുദ്ധ അമ്മയോടുകൂടി ഏതാണ്ട് 9 ദിവസം അവർ കർത്താവിൻ്റെ സ്വർഗാരോഹണത്തിന് തൊട്ട് മുമ്പ് പറഞ്ഞിരുത്തിയതാണ്. ആ 9 ദിവസത്തെ സൂചിപ്പിക്കുവാനാണ് നമ്മൾ ഈ 8 ദിവസത്തെ ഒരുക്ക ധ്യാനം വെച്ചിരിക്കുന്നത്. ഈ ധ്യാനത്തിൽ വെച്ച് നമുക്ക് കിട്ടേണ്ടത് അതാണ്. എന്താണ് ഈ ആത്മസ്നാനത്തിലൂടെ സംഭവിക്കേണ്ടത് എന്ന് നമുക്ക് കണ്ടെത്താം. ഞാനിത് പറയുന്നത്, ശിഷ്യന്മാർ ഇപ്രകാരമൊക്കെ ആയിരുന്നു. അവർ പ്രാർത്ഥനാനിരതരായിരുന്നു. പെന്തക്കോസ്താ ദിവസം പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നത് തീനാവുകളുടെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വരുന്നതായിട്ടാണ്. പ്രിയമുള്ളവരെ, അപ്പോഴേക്കും വേലക്കാരി പെണ്ണിൻ്റെ മുമ്പിൽ യേശുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസ് ഉയർത്തെണീറ്റ കർത്താവിനെ അവിടെ പോയി നോക്കിയിട്ട് തിരിച്ചു വന്ന് മീൻ പിടിക്കാൻ പോകാമെന്ന് പറഞ്ഞ് മറ്റുള്ളവരെ കൂടെ കൂട്ടി കടലിലേക്ക് പോയ പത്രോസ് ഇലക്ട്രിസിറ്റി ലഭിച്ച ട്രെയിൻ പോലെ മൈക്കിൽ ഇപ്പോഴെൻ്റെ വോളിയം ആംപ്ലിഫൈ ചെയ്ത് കിട്ടുന്നത് മൈക്കിൽ വരുന്നതുകൊണ്ട് എൻ്റെ ശബ്ദം, ഇതില്ലെങ്കിൽ ഇത്രയേ ഉള്ളൂ ശബ്ദം. അപ്പോൾ അതുപോലെ പത്രോസിനൊരു വ്യത്യാസം. അവൻ എണീറ്റ് നിന്നുകൊണ്ട് പ്രഘോഷിക്കാൻ തുടങ്ങി, നിങ്ങൾ കുരിശിൽ തറച്ചു കൊന്നത് നിങ്ങളെ രക്ഷിക്കുവാൻ വന്ന രക്ഷകനെയാണ് എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട്
ദാവീദ് എപ്രകാരമാണ് യേശുവിൻ്റെ ഉത്ഥാനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതെന്ന ഭാഗം അവരോട് പറഞ്ഞുകൊണ്ട് ഒരു പ്രസംഗം, ആ പ്രസംഗം തീർന്നപ്പോഴേക്കും അവരിൽ ചിലർ ചോദിക്കാൻ തുടങ്ങി കർത്താവിനോട്. അപ്പോസ്തല പ്രവർത്തനം 2:37, സഹോദരന്മാരെ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപവിമോചനത്തിനായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾ സ്നാനം സ്വീകരിക്കുവിൻ, പരിശുദ്ധാത്മാവെന്ന ദാനം നിങ്ങൾക്ക് കിട്ടും. ഈ വാഗ്ദാനം നിങ്ങൾക്കും നിങ്ങളുടെ സന്താനങ്ങൾക്കും വിദൂരസ്ഥർക്കും നമ്മുടെ കർത്താവ് തൻ്റെ അടുത്തേക്ക് വിളിക്കുന്ന സകലർക്കുമുള്ളതാണ്. ആ ഒരൊറ്റ പ്രസംഗം 3000-ഓളം പേർ അനുദപിക്കുവാനും 3000-ഓളം പേര് സ്നാനം സ്വീകരിക്കുവാനും തയ്യാറായി. പ്രിയമുള്ളവരെ, പെന്തക്കോസ്ത് അനുഭവം എന്ന് പറയുന്നത് പേടിത്തൊണ്ടനായിരുന്ന, അതിനേക്കാൾ ഉപരിയായി കർത്താവിനെ തള്ളിപ്പറഞ്ഞവനായ പത്രോസിനെ ഇത്രമാത്രം കരുത്തുള്ളവനാക്കി. ക്രിസ്തീയ സഭയുടെ തുടക്കം അവിടെയാണ്, ക്രിസ്ത്യാനികളുടെ ആരംഭം അവിടെയാണ്. 3000 പേർ ഒറ്റ പ്രസംഗത്തിൽ. ഞാനിത് പറയുന്നത് ഇന്നും ഓരോ പെന്തക്കോസ്തായിലും നമ്മളിത് സംഭവിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. അതിനെന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുങ്ങണം. നമുക്കിന്ന് ധ്യാനിക്കാൻ തുടങ്ങണം. ഈ 8 ദിവസത്തെ ധ്യാനം നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ മാറ്റം ഉണ്ടാക്കണം. എല്ലാ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് നമുക്ക് കർത്താവിൻ്റെ സാക്ഷികളാകണം. ഞാനിത് നിങ്ങളോട് പറയുന്നത് 1981 ഫെബ്രുവരി മാസം 27-ാം തീയതി 4 ദിവസത്തെ 5-ാം ദിവസമാണ് ധ്യാനം തീരുന്നത്. 4-ാമത്തെ ദിവസം ആത്മനിറവിനുള്ള പ്രാർത്ഥന, അതിനുവേണ്ടിയുള്ള ഒരുക്കം അവിടെ നടന്നപ്പോഴേ അവിടെ പറഞ്ഞത് ഇതാണ്: ഈ ആത്മസ്നാനം എന്ന് പറയുന്നത് ആദിമകാലത്ത് തന്നെ അപ്പോസ്തലന്മാരുടെ കാലയളവിൽ ഒരിക്കൽ മാത്രം നടന്ന കാര്യമല്ലത്. പെന്തക്കോസ്ത വീണ്ടും നടന്നതായിട്ട് പറയുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തനം 4-ാം അധ്യായത്തിലെ 29 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്, കർത്താവേ, ഇവരുടെ ഭീഷണികളെ അങ്ങ് നേരിടുവാൻ അവിടുത്തെ ആത്മാവിനെ ഞങ്ങളുടേക്ക് അയക്കണമേ. അവിടുത്തെ വചനം സധൈര്യം പ്രഘോഷിക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും വഴി അവിടുത്തെ വചനത്തെ സ്ഥിരീകരിക്കുവാനും അവിടുത്തെ കരം ഞങ്ങളുടെ മേൽ നീട്ടണമേ എന്ന് അപ്പോസ്തലന്മാർ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവർ ഇരുന്ന സ്ഥലം കുലുങ്ങുകയും അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറയുകയും കർത്താവിൻ്റെ വചനം സധൈര്യം പ്രഘോഷിക്കുകയും ചെയ്തു എന്നാണ് അവിടെ പറയുന്നത്. 1-2 പ്രാവശ്യമല്ല. അപ്പോസ്തല പ്രവർത്തനം 10-ാം അധ്യായത്തിലെ 44 മുതലുള്ള വാക്യങ്ങളിലെ പത്രോസ് പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വരികയും അവരെല്ലാവരും ശക്തി പ്രാപിക്കുകയും ചെയ്തു. വിജാതീയരുടെ മേൽ പോലും പരിശുദ്ധാത്മാവ് വന്നു. അങ്ങനെ അവരും സ്നാനം സ്വീകരിച്ചു. അതിൻ്റെ അടയാളമായിട്ട് എന്ത് പറയുന്നത്, പെന്തക്കോസ്ത ഒരിക്കൽ മാത്രം നടന്ന സംഭവമല്ല. ഇക്കാലയളവിലും ഈ 2000 വർഷം കഴിഞ്ഞപ്പോഴും ഞാനും നിങ്ങളും ഒരുങ്ങിയാൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിലേക്ക് കടന്നു വരുമെന്നുള്ളതിന് ഒരു തെളിവാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഈ തങ്കച്ചൻ. 1981 വരെ ദിവസവും പള്ളിയിൽ പോവും, 15 ദിവസത്തിലേക്ക് കുമ്പസാരിക്കും, ബൈബിള് 5 പ്രാവശ്യം പുതിയ നിയമം വായിച്ചു തീർത്തു. അതിനേക്കാൾ ഉപരിയായി ഞായറാഴ്ച ദിവസം കർത്താവിന് വേണ്ടി മാറ്റി വെച്ചു. എങ്കിലും ജീവിതത്തിൽ ഒരിക്കലും ഒരു സ്വാതന്ത്ര്യം എന്താണെന്ന് അനുഭവിക്കാൻ പറ്റിയില്ല. പലപ്പോഴും 3-4 പേര് ഞാൻ വഴി നടന്നു പോകുമ്പോൾ എതിരെ വന്നാൽ പകൽ നക്ഷത്രമുണ്ടെന്ന പാർട്ടിയായിരുന്നു. 3 ട്യൂട്ടോറിയലുകളെ പഠിപ്പിച്ചു. അപ്പോഴേക്കും പെൺകുട്ടികളുടെ ഭാഗത്തേക്ക് നോക്കത്തില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഒരു ഏകസ്ഥനാകാൻ തീരുമാനിച്ച ഞാൻ ബ്രഹ്മചര്യം, അനുസരണം, അതുപോലെ തന്നെ ദാരിദ്ര്യം, ഈ 3 വ്രതങ്ങൾ എടുക്കാനുള്ള യോഗ്യതയില്ലെങ്കിലും ഒരു പ്രതിജ്ഞയായിട്ട് എടുത്തു. അതിന് പോയാൽ വേണ്ട പഠനങ്ങൾ വായിക്കാൻ തുടങ്ങിയപ്പോൾ ചില പുസ്തകങ്ങൾ, ഞാൻ പഴയ സന്യാസികളുടെ പുസ്തകങ്ങൾ വായിച്ചു. അവിടെ കണ്ടു അമ്മയെപ്പോലും സൂക്ഷിച്ചു നോക്കിയാൽ ബ്രഹ്മചര്യം നഷ്ടപ്പെടുമെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ സ്ത്രീകളെ നോക്കത്തില്ല. പെണ്ണുങ്ങളുടെ ഭാഗത്ത് അവർ പറയും, സാർ ഈ കണക്കിൻ്റെ ഉത്തരവെന്ന് പറഞ്ഞു തരാൻ പറഞ്ഞാൽ ഞാൻ ഭിത്തിയിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു കൊടുക്കും. അങ്ങനത്തെ ഒരാൾ. അതിനേക്കാളൊക്കെ ഉപരിയായി ലീജൻ ഓഫ് മേരി, വിൻസെൻ്റ് പോൾ സൊസൈറ്റി, ഇതിലൊക്കെ പ്രവർത്തിച്ചിരുന്ന ആളാണ്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ആദ്യം എന്നെ ലീജൻ ഓഫ് മേരിയിലെ സെക്രട്ടറി ആയിട്ട് എടുത്തു. ഞാൻ റിപ്പോർട്ട് എഴുതി കൊണ്ടുവന്നു. വായിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ എല്ലാം കൂടെ ഒറ്റ കളറായിട്ട് എനിക്ക് കാണാം. ഞാൻ ഉടനെ തന്നെ അത് മടക്കി വെച്ചിട്ട് ബൈ ഹാർട്ട് പറയാമെന്ന് വിചാരിച്ചു. നോക്കിയപ്പോൾ അവിടെ 15 ഓഡിയൻസ് ഇരിപ്പുണ്ട്. ആ 15 ഓഡിയൻസിൻ്റെ 30 കണ്ണുകളിലേക്ക് എന്നെ വലിച്ചെടുക്കുന്നത് പോലെ തോന്നി. എൻ്റെ തല വിയർക്കാൻ തുടങ്ങി. എനിക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല. അവസാനം അച്ഛൻ പറഞ്ഞു, മോനെ, നീ സെക്രട്ടറി ആകണ്ട, നീ ഒരു ഖജാഞ്ചി അയച്ചാൽ മതി, അപ്പോൾ കണക്കെഴുതിയാൽ മാത്രം മതി എന്ന് പറഞ്ഞ് എന്നെ മാറ്റി. ഞാൻ പറയുന്നത്, അങ്ങനെ നിന്ന് തങ്കച്ചൻ 1981 ഫെബ്രുവരി മാസം 27-ാം തീയതി ആത്മനിറവിന് വേണ്ടി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞുകൊണ്ട് ആ ധ്യാനഗുരു പറഞ്ഞു തന്നപ്പോൾ ഞാൻ ഒരുങ്ങി അതിനു വേണ്ടി. ആ ഒരുക്കം എൻ്റെ മേൽ ദൈവാത്മാവ് വരുന്നത് എനിക്ക് വ്യക്തിപരമായി അനുഭവിക്കാൻ സാധിച്ചു. അതിൻ്റെ പരിണിത ഫലം എന്താണെന്നറിയാമോ? ഞാൻ ഹൈറേഞ്ചിലെ ഒരു പ്രൈവറ്റ് കമ്പനിയിലായിരുന്നു ജോലി ചെയ്തിരുന്നത്.
ആ ജോലിസിന് ഇവിടുന്ന് പോകുമ്പോഴേ ഞാൻ ഓർത്തത് ദൈവാത്മാവ് എൻ്റെ മേൽ വന്നു കഴിഞ്ഞു എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, എനിക്ക് യാതൊരു അനുഭവമില്ലാതെ എനിക്കാണ് 3-ാം ദിവസം ഞാൻ കുമ്പസാരിച്ചുമില്ല. അപ്പോൾ എന്നോട് അച്ഛൻ വിളിച്ചിട്ട് ചോദിച്ചോടോ, ഈ 29 പേരെ ധ്യാനിക്കുന്നത്, അവർ എല്ലാവരും കുമ്പസാരിച്ചല്ലോ, താൻ മാത്രം എന്താ കുമ്പസാരിക്കാത്തത്? ഞാൻ പറയാം, അച്ഛൻ അറിയത്തില്ലാത്തത് കൊണ്ടാണ് ഞാൻ 15 ദിവസത്തിലൊരിക്കലേ കുമ്പസാരിക്കത്തുള്ളൂ. എല്ലാ ദിവസവും കുർബാന സ്വീകരിക്കും. ഇപ്പോൾ 8 ദിവസമായി കുർബാന കുമ്പസാരിച്ചിട്ട്, അതുകൊണ്ട് ഇനി 7 ദിവസം കഴിഞ്ഞാൽ കുമ്പസാരിക്കത്തുള്ളൂ. അച്ഛൻ പറയും, ഇങ്ങനത്തെ ഒരു സാധനത്തെ ഞാൻ കണ്ടിട്ടില്ല. ഈ 3 ദിവസം വചനം കേട്ടിട്ടും തനിക്ക് കുമ്പസാരിക്കാൻ തോന്നുന്നില്ലെങ്കിൽ താൻ വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു. ഞാൻ നീങ്ങിയപ്പോൾ അച്ഛൻ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ പേടിക്കണ്ട, എനിക്ക് ഇത്തിരി പ്രഷറൊക്കെ ഉള്ളത് കൊണ്ടാണ്, നീ പോയി ഇരുന്നോ ഏതായാലും എന്ന് പറഞ്ഞു. ഞാൻ പറയുന്നത്, അതിനുശേഷം അച്ഛൻ പറഞ്ഞു, അവിടെ ക്ലാസ് എടുക്കാൻ വന്നത് ഒരു അടുത്തൊരു റബ്ബർ ഫാക്ടറിയിലെ ഒരു തൊഴിലാളിയാണ്. അവൻ വന്ന് ക്ലാസ് എടുക്കാൻ വന്നപ്പോൾ അവൻ വരുന്നത് കണ്ടപ്പോഴേ ഞാൻ എല്ലാവരോടും പറഞ്ഞു, കൊള്ളാം, ഈ 27-9 പേരെന്ന് പറയുന്നത് മാർക്കറ്റ് വാർഡിലെ തല്ലിപ്പൊളി പിള്ളേരാണ് കൂടുതലും. ചിലരൊക്കെ ഞങ്ങളുടെ ഹെഡ് മാസ്റ്ററെ ചീമുട്ട എറിഞ്ഞിട്ട് വന്നവനാണ് ഒരുത്തൻ. വേറൊരുത്തൻ 18 സ്കൂട്ടർ മോഷ്ടിച്ച കേസിൽ പ്രതിയായിട്ട് ജയിലിൽ കിടന്നവൻ. അതിനപ്പുറത്തൊരുത്തൻ നക്സലൈറ്റായിട്ട് അവനെ പിടിച്ച് ജയിലിലിട്ടിട്ട് ജയിലിൽ നിന്ന് പുറത്ത് വന്ന് ധ്യാനം കൊള്ളാൻ വന്നിരിക്കുന്നവൻ. ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ് അവരുടെ ഇടയിൽ. അപ്പോൾ അവരെന്നോട് ചോദിച്ചു, എടാ ഭക്ത, നീ എന്തിനാണ് ഈ ധ്യാനം കൂടാൻ വരുന്നത്? ഇതെങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി വരുന്നതെന്ന് പറഞ്ഞു. പിന്നീട് സംഭവിച്ചത് ഇതാ, ഞാൻ നോക്കുമ്പോൾ ഒരുത്തൻ ക്ലാസ് എടുക്കാൻ കയറി വരുന്നു. ഇവനേക്കാളും ഒക്കെ കുഴതെറ്റിയ പാർട്ടിയാണ്. കാരണം അടിയന്തരാവസ്ഥ കാലത്ത് പെമ്പിള്ളാരെ കമൻ്റ് അടിച്ചതിൻ്റെ പേരിൽ പാൻറ്റും ഷർട്ടും ഒക്കെ ഊരിയെടുത്ത് അവരെ മുട്ടുസൂചി കൊണ്ട് പെമ്പിള്ളാർ കുത്താൻ വേണ്ടി ഒരു സൂചിയും കൊടുത്തു. മുമ്പോട്ട് ചാടിയ പോലീസുകാർ കാലിനിട്ട് അടിക്കും. അങ്ങനെ കൊണ്ടുപോയ 5 പേരുടെ നേതാവാണ് ഇപ്പോൾ കയറി വരുന്നത്. കാരണം ഇവരെ പള്ളാത്തുരുത്തി ആറ്റിൽ നിന്ന് പെമ്പിള്ളാരെ ചങ്ങാടത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോഴേ അന്ന് ഗോവണി പോലത്തെ ഇരുമ്പിൻ്റെ ഇതാണ് വണ്ടി ഇറങ്ങാനുള്ളത്. അതിനടിയിൽ വന്ന് ഇവന്മാർ കൊച്ചുവെള്ളത്തെ മേലോട്ട് നോക്കി നിൽക്കും. പെമ്പിള്ളാർ പറഞ്ഞാൽ കേൾക്കില്ല. അവരുടെ വീട്ടുകാരെയൊക്കെ പറഞ്ഞാൽ പോലും ഇവന്മാരത്തിൽ നിന്ന് തല്ലുകയോ വഴക്കുണ്ടാക്കുകയോ ചെയ്യും. ഭയന്ന് ഉറച്ചിരുന്ന അവർ അതുകൊണ്ട് അടിയന്തരാവസ്ഥ വന്നപ്പോഴേക്കും പെമ്പിള്ളാർ കൊണ്ട് പോലീസ് സ്റ്റേഷൻ കേസ് കൊടുത്തു. ഫലം എന്താണെന്നറിയാമോ? പോലീസുകാർ പിടിച്ച് ഇങ്ങനെ കൊണ്ടുവന്നു. അവരുടെ നേതാവാണ് ഈ വരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, കൊള്ളാം, പാപികളെ ധ്യാനിപ്പിക്കാൻ ഒരു മഹാപാപി കയറി വരുന്നു. അവനിങ്ങ് കയറി വന്നിട്ട് ഞങ്ങളെല്ലാവരെയും നോക്കി. എന്നിട്ട് പറഞ്ഞു, ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, അതിരുതലവാളിനേക്കാൾ മൂർച്ചയുണ്ട്, അത് ആത്മാവിലും ചേതനയിലും സന്ധിബന്ധങ്ങളിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളും നിയോഗങ്ങളും വിവേചിക്കുന്നതാണ്. ഞാൻ കണ്ണുമിഴിച്ചിങ്ങനെ നോക്കി, ഇവൻ തന്നെയാണെന്ന്. അവൻ്റെ പ്രസംഗം തീർന്നു കഴിഞ്ഞപ്പോൾ ഇവൻ ഓടിച്ചെന്നു, ബ്രദറെ 20-25 ബൈബിൾ കൊട്ടേഷൻ പറഞ്ഞു, എല്ലാം കുറിച്ചെടുത്തു. എന്നിട്ട് ഓടിച്ചെന്നു, ബ്രദർ എങ്ങനെയാണ് ഇങ്ങനെ പ്രസംഗിക്കുന്ന ആളായത്? എനിക്കും പ്രസംഗിക്കണം. ഉടനെ അദ്ദേഹം പറഞ്ഞു, ഇടാ, നീതിമാന്മാർക്കല്ല പാപികൾക്കാണ് യേശുവിനെ കൊണ്ട് ആവശ്യം. അപ്പോൾ ഞാൻ പറയും, നിങ്ങളൊക്കെ ചെയ്ത പ്രവൃത്തി ചെയ്ത് മാനസാന്തരപ്പെട്ട് വന്നാലേ എനിക്കിനി സുവിശേഷം പ്രസംഗിക്കാൻ പറ്റത്തുള്ളൂ. ഉടനെ അവൻ പറഞ്ഞു, എനിക്കറിയില്ല തങ്കച്ച ബൈബിൾ നിൻ്റെ അത്രയും, പക്ഷേ എനിക്ക് ഒന്നറിയാം, യേശു എൻ്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്തു. 2000 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ എല്ലാ തെറ്റുകളുടെയും പരിഹാരം അവൻ ചെയ്ത് എന്നെ സ്വതന്ത്രനാക്കി. അതെന്നെ ടച്ച് ചെയ്തു. ഞാൻ പറയും, ഞാനൊരു ഭക്തനായിരുന്ന ഞാൻ ഒരു വിശ്വാസിയായി രൂപപ്പെട്ടത് അവിടെയാണ്. 1 മണിക്കൂറോളം ആലപ്പുഴ കൈതവനപ്പള്ളിയിലെ കുരിശുരൂപത്തിൽ നോക്കിയിരുന്ന്, കർത്താവെ, ഐ കാൺ ബിലീവ് ദിസ് ദാറ്റ്, അതായത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല 2000 വർഷം മുമ്പ് നീ ഇത് ചെയ്തെന്ന്. എനിക്കത് ആശയം അറിയാം, പലർക്കും പറഞ്ഞു കൊടുക്കാൻ അറിയാം, കർത്താവ് കുരിശിൽ മരിച്ചത് നമുക്ക് വേണ്ടിയാണെന്നൊക്കെ. പക്ഷേ എൻ്റെ ഹൃദയം കൊണ്ട് അംഗീകരിക്കാൻ പറ്റുന്നില്ല. കർത്താവ് എൻ്റെ ഹൃദയം തുറന്ന് എങ്ങനെയാണ് താൻ എന്നെ രക്ഷിച്ചതെന്ന് മനസ്സിലാക്കി തന്നു. അതിനുശേഷമാണ് എനിക്ക് ആത്മനിറവ് ലഭിച്ചത്. പിന്നെ ഞാൻ ഇലക്ട്രിസിറ്റി ലഭിച്ച മനുഷ്യരെപ്പോലുള്ള ഓട്ടമാണ്. ബാക്കി കാര്യങ്ങൾ അടുത്ത ദിവസത്തെ ധ്യാനത്തിൽ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നതാണ്. തുടർന്ന് നമുക്ക് ആരാധനയിൽ കൂടുതൽ പ്രാർത്ഥിക്കുവാനും കൂടുതൽ ഒരുങ്ങുവാനും നമുക്ക് പോകാം. ഇന്നത്തെ ദിവസം മുഴുവൻ നമുക്കൊരു ചെറിയ പ്രാർത്ഥന മനസ്സിലോർക്കാം. ഇത്രയും പറഞ്ഞാലും മതി. കർത്താവെ, എനിക്ക് ദൈവാത്മാവിനെ സ്വീകരിക്കാൻ വേണ്ടി എൻ്റെ ഹൃദയത്തെ ഒന്ന് ഉരുക്കി തുറന്നു തരണമേ. കർത്താവേ
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇത്രയും സമയം കർത്താവ് നമ്മളോട് സംസാരിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് ഒരു ആത്മസ്നാനത്തിൻ്റെ അനുഭവം നമുക്കുണ്ടാകുവാൻ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വരികയും നമ്മളെ പുതിയ വ്യക്തികളെ തീർക്കുവാൻ ആഗ്രഹിക്കുന്ന കർത്താവ്. കേട്ട വചനങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് അടയിരുന്നെങ്കിൽ മാത്രമേ കേട്ട കാര്യങ്ങൾ നമുക്ക് ഗ്രഹിക്കാനാവൂ. അതുകൊണ്ട് നമുക്ക് കർത്താവിനെ കരങ്ങൾ രണ്ടും ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. ഹല്ലേലൂയ, ദൈവമേ സ്തോത്രം. കർത്താവെ, ഹൃദയത്തിൽ നിന്നാണ് പ്രാർത്ഥന ഉയരേണ്ടതെന്ന് പറഞ്ഞുവല്ലോ. ഇതാ ഞങ്ങളുടെ ഹൃദയങ്ങൾ അങ്ങേപ്പക്കൽ ഉയർത്തുന്നു. എല്ലാ ഹൃദയങ്ങളും അങ്ങേപ്പക്കലേക്ക് ഉയർത്തപ്പെടട്ടെ. നിങ്ങളെ വിഷമിപ്പിക്കുന്ന പാപങ്ങളോ ഭാരങ്ങളോ ഉണ്ടെങ്കിൽ ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടേണ്ട. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ ഹൃദയങ്ങൾ ഉയർത്തുക. കൃതജ്ഞതാ സ്തോത്രങ്ങളിലൂടെയും യാചനകളിലൂടെയും നമ്മളുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിലേക്ക് ഉയർത്താം. അപ്പോൾ നമ്മുടെ ധാരണകളെ അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും കർത്താവായ യേശു ക്രിസ്തുവിൽ കാത്തുകൊള്ളും. അതിൽ വിശ്വസിച്ചുകൊണ്ട് എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ദൈവമേ സ്തോത്രം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ നന്ദി, ഈശോയെ സ്തോത്രം. ഹല്ലേലൂയ, ദൈവമേ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞങ്ങൾ ആരാധിക്കുന്നു യേശുവേ, അങ്ങേ ആരാധിക്കുന്നു. സർവവല്ലഭൻ, അങ്ങേ പോലൊരു ദൈവമില്ല. നീ നല്ലവൻ, സർവവല്ലഭൻ, അങ്ങേ പോലൊരു ദൈവമില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പാപിയാമെന്നെയും നീ നിൻ പൈതലായി മാറ്റിയല്ലോ. പാപിയാമെന്നെയും നീ നിൻ പൈതലായി മാറ്റിയല്ലോ. എന്നെ വിളിച്ചവനേ, നീ വിശ്വസ്ത ദൈവമല്ലോ. എന്നെ വിളിച്ചവനേ, നീ വിശ്വസ്ത ദൈവമല്ലോ. നീ നല്ലവൻ, സർവവല്ലഭൻ, അങ്ങേ പോലൊരു ദൈവമില്ല. നീ നല്ലവൻ, സർവവല്ലഭൻ, അങ്ങേ പോലൊരു ദൈവമില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് നമ്മളോട് സംസാരിക്കുകയായിരുന്നു.
ആത്മാവിൽ സ്നാനം സ്വീകരിക്കുന്നതിൻ്റെ ഒരു ആവശ്യകത നമ്മൾ കണ്ടു. ഞാൻ നിങ്ങൾക്ക് ജലം കൊണ്ട് സ്നാനം നൽകി, എൻ്റെ പിന്നാലെ വരുന്നവൻ ആത്മാവിനാലും അഗ്നിയാലും നിങ്ങൾക്ക് സ്നാനം നൽകും. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിനെ കഴുകി ആത്മാവിൽ നിറയുന്ന അവസ്ഥ നമുക്കുണ്ടാകുവാനാണ് നമ്മൾ ഈ പെന്തക്കോസ്താ ദിനം ഈ 8 ദിവസത്തെ ധ്യാനം ആരംഭിച്ചിരിക്കുന്നത്. ആരംഭ ദിവസത്തിൽ തന്നെ നമുക്ക് ഹൃദയങ്ങൾ തുറന്ന് കർത്താവിന് കൊടുക്കാം. കർത്താവ്, ഞങ്ങളുടെ ഹൃദയങ്ങൾ ഇത് അങ്ങേപ്പക്കലേക്ക് സമർപ്പിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ ഹൃദയത്തിൽ അവിടുന്ന് നിറയണമേ. അവിടുത്തെ ആത്മാവിനെ ഞങ്ങളിലേക്ക് വർഷിക്കണമേ. ആത്മസ്നാനം സ്വീകരിക്കുന്നത് വരെ ആദത്തിൻ്റെ മക്കളെപ്പോലെ എല്ലാവിധ കുറ്റബോധത്തിലും നിരാശയിലും ഉത്കണ്ഠയിലും ആകുലതയിലും ഒക്കെ ആയിരിക്കുന്ന മനുഷ്യരെ പോലെയുള്ളവർ ഒരുപക്ഷെ ഈ ധ്യാനം കൂടുന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും അസ്വസ്ഥതകളും എല്ലാവരുടെയും ഹൃദയത്തിൽ കുടികൊള്ളുന്ന എല്ലാ തിന്മകളുടെ സ്വാധീനത്തിൽ നിന്ന് മോചിപ്പിക്കണമേ. എല്ലാ ഭയങ്ങളിൽ നിന്നും മോചിപ്പിക്കണമേ. എല്ലാ ഉത്കണ്ഠകളിൽ നിന്നും മോചിപ്പിക്കണമേ. എല്ലാ ആകുലതകളിൽ നിന്നും മോചിപ്പിക്കണമേ. പ്രത്യേകിച്ച് മാനുഷികമായ ബലഹീനതകളുടെ സ്ഥാനത്ത് ദൈവിക ശക്തി നിറയുവാൻ ഇപ്പോൾ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അതിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ദൈവമേ സ്തോത്രം. ഈശോയെ നന്ദി. ഈശോയെ സ്തുതി. ഈശോ ആരാധന. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആത്മാവം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ചേർന്നാലപിക്കാം. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹാർത്തരെ ജലാശയത്തിങ്കിലേക്ക് വരുവിൻ. നിർധനൻ വന്ന് വാങ്ങി ഭക്ഷിക്കട്ടെ. വീഞ്ഞും പാലും ഇതാ സൗജന്യമായി നൽകുന്നു. സന്തോഷത്തിന് വേണ്ടി അല്ലാതെ എന്തിന് പണം മുടക്കുന്നു? സംതൃപ്തിക്ക് വേണ്ടി അല്ലാതെ എന്തിന് അധ്വാനിക്കുന്നു? കർത്താവെ, പ്രവാചകൻ വഴി പറഞ്ഞ വാക്കുകൾ അങ്ങ് പാലിച്ചുകൊണ്ട് അങ്ങേപ്പക്കൽ ഹൃദയം വരുന്നവരെ എല്ലാവരെയും പരിശുദ്ധാത്മാവിനാൽ നിറച്ച് സന്തോഷവും സംതൃപ്തിയും നൽകുന്നതിനെ ഓർത്ത് അങ്ങേ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. കർത്താവായ ഈശോയെ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും ആരാധിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്നും വിശുദ്ധ ലിഖിതം പ്രഖ്യാപിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ ഉറവകൾ ഒഴുകും. തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് അവിടുന്ന് പറഞ്ഞത്. ഈ ദൈവാത്മാവിനാൽ നിറയുവാൻ നമുക്ക് ആഗ്രഹിക്കാം. ദാഹത്തോട് കർത്താവിനെ സമീപിക്കാം. കർത്താവെ, ഇപ്പോഴീ ആരാധനയിലായിരിക്കുന്ന എല്ലാവരുടെ ഉള്ളങ്ങളിൽ ഹൃദയപൂർവ്വം പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ളൊരു ദാഹം. പെന്തക്കോസ്തായ്ക്ക് ഇനിയും 8 ദിവസം മാത്രം അവശേഷിക്കെ ഇപ്പോഴെങ്കിലും തുറന്ന ഹൃദയത്തോടെ അങ്ങയെ വിളിച്ച് അപേക്ഷിക്കുവാനായിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവെ, അവിടുന്ന് ഞങ്ങളിൽ നിറയണമേ. എല്ലാവരും ആ ബോധ്യത്തോടെ നമുക്ക് വിളിച്ച് അപേക്ഷിക്കാം. പരിശുദ്ധാത്മാവെ, ഞങ്ങളിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ. ഏറ്റുപറയാം. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, നിറയണമേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവമേ സ്തോത്രം, 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 സ്തോത്രം. ഈശോയെ നന്ദി. ഈശോയെ സ്തുതി. ഈശോയെ ആരാധന. ഹല്ലേലൂയ. 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 വീണ്ടും എന്നിൽ നിറയണമേ, വീണ്ടും ശക്തി നൽകണമേ. പാവനാത്മാവേ, നീ എന്നിൽ നിറയണമേ. വീണ്ടും എന്നിൽ നിറയണമേ,
നൽകണമേ. പാവനാത്മാവേ നീ എന്നിൽ നിറയണമേ. വീണ്ടും എന്നിൽ നിറയണമേ. വീണ്ടും ശക്തി നൽകണമേ. പാവനാത്മാവേ നീ എന്നിൽ നിറയണമേ. ദൈവാത്മാവിനാൽ നയിക്കുന്നവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്. കർത്താവേ, ഒരു ആഴമായ അവബോധം ഇപ്പോൾ ഈ ആരാധനയിലായിരിക്കുന്ന എല്ലാ മക്കൾക്കും നൽകണമേ. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ ചിന്തകളും വാക്കുകളും ഒന്നുമല്ല, അവിടുത്തെ ആത്മാവ് ഞങ്ങളെ നയിക്കണം. അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണ് കാണുകയോ ചെവി കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. ദൈവമെല്ലാം ആത്മാവ് മുഖേന വെളിപ്പെടുത്തി കൊടുക്കുന്നു. മനുഷ്യൻ്റെ അന്തർഗതങ്ങൾ ഗ്രഹിക്കുന്നത് അവൻ്റെ ആത്മാവല്ലാതെ മറ്റെന്താണ്? ഇതുപോലെ തന്നെ ദൈവത്തിൻ്റെ ചിന്തകൾ ഗ്രഹിക്കുക ദൈവാത്മാവിനല്ലാതെ മറ്റാർക്കും സാധ്യമല്ലല്ലോ. ഞങ്ങളുടെ ആത്മാവിനോട് ചേർന്ന് ദൈവാത്മാവ് സാക്ഷ്യം വഹിക്കുമ്പോഴാണല്ലോ ഞങ്ങൾ ദൈവത്തെ അബാ പിതാവേ എന്ന് വിളിക്കുന്നത്. നമുക്ക് ഒരുമിച്ച് അബാ പിതാവേ എന്ന് വിളിച്ച് അവിടുത്തെ സ്തുതിക്കാം. അബാ പിതാവേ, അബാ പിതാവേ, അബാ പിതാവേ, ആബാ പിതാവേ, ആബാ പിതാവേ, ആബാ പിതാവേ. ഹല്ലേലൂയ. ദൈവമേ സ്തോത്രം, 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 സ്തോത്രം. ഈശോയെ സ്തോത്രം. ഹല്ലേലൂയ. കർത്താവേ, ഇപ്പോഴിവിടെ ആയിരിക്കുന്ന മക്കള്, ഇത് ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേലും ആത്മാവിനെ വർഷിച്ചുകൊണ്ട് കർത്താവെ, ഞങ്ങളുടെ ധാരണകളെ അത് ലംഘിക്കുന്ന രീതിയിൽ ഇവിടുത്തെ സമാധാനവും സന്തോഷവും കൊണ്ട് നിറയ്ക്കുകയും പരിശുദ്ധാത്മാവ് ഉള്ളിൽ നിറയുന്ന അനുഭവം ഓരോ വ്യക്തിക്കും ഉണ്ടാകാനിടയാകണമേ. ഉള്ളിലെ എല്ലാ അസ്വസ്ഥതകളും മാറട്ടെ. തിന്മകളുടെ ശക്തികൾ, സാത്താൻ്റെ അധീനതയിലായിരുന്ന ചിന്തകൾ, സാത്താൻ്റെ അധീനതയിലായിരുന്ന വാക്കുകൾ, സാത്താൻ്റെ അധീനതയിലായിരുന്ന കണ്ണുകൾ എല്ലാം ഇപ്പോൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ. കർത്താവെ, പരിപൂർണ്ണ സൗഖ്യത്തിലേക്ക് ആനയിക്കണമേ. ഞങ്ങളുടെ നോട്ടം എപ്പോഴും വിശുദ്ധമായിരിക്കാൻ ഇടയാകണമേ. ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ അവളുമായി ഹൃദയത്തിൽ വ്യഭിചാരം ചെയ്തിരിക്കുന്നു പറഞ്ഞ കർത്താവെ, ഞങ്ങളുടെ നോട്ടങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ വാക്കുകളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ നാവിനെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ കരങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളെ തന്നെ പൂർണ്ണമായിട്ട് വിശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ. ദൈവമേ സ്തോത്രം. കർത്താവേ, ഇപ്പോഴും ആയിരിക്കുന്ന ഈ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഇപ്പോഴവിടുത്തെ ആത്മാവിന്റെ വ്യക്തമായ സ്പർശനം നൽകി എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. ദൈവമേ സ്തോത്രം, 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 സ്തോത്രം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ഓ കർത്താവേ, നിൻ അഗ്നി എന്നിൽ കത്തട്ടെ. ഓ കർത്താവേ, നിൻ അഗ്നി എന്നിൽ കത്തട്ടെ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ. ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ. ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. കഴിയുമെങ്കിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ഹൃദയഭാഗത്തേക്ക് കരങ്ങൾ വെച്ചുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, മാമോദിസായിലൂടെ പരിശുദ്ധാത്മാവിൽ സ്നാനമേറ്റവരാണ് ഞങ്ങൾ. എന്നാൽ ഞങ്ങൾ വളർന്നു വന്നപ്പോൾ ഞങ്ങളിൽ പാപം വളരുകയും ആത്മാവ് നിർവീര്യമാകുകയും ചിലപ്പോഴെങ്കിലും ഞങ്ങളുടെ വാക്കും പ്രവൃത്തിയും ദൈവത്തെ മഹത്വപ്പെടുത്താതിരുന്നത് കൊണ്ട് ആത്മാവ് നിർവീര്യമാകുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോഴിതാ ഞങ്ങളെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു. കർത്താവെ, ഇന്ന് അങ്ങ് ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് അങ്ങേ കുരിശുമരണത്തിൻ്റെയും പീഡാനുഭവത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും സ്വർഗാരോഹണത്തിൻ്റെയും ഫലമായി അങ്ങ് നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ അംഗീകരിക്കാതെയും അവർ ദൈവത്തെ ദൈവമായി അറിഞ്ഞിരുന്നെങ്കിലും അവിടുത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ അവിടുത്തേക്ക് ഉചിതമായ രീതിയിൽ നന്ദി രേഖപ്പെടുത്തുകയോ ചെയ്തില്ല. ഞങ്ങളുടെ യുക്തിവിചാരങ്ങൾ നിഷ്ഫലമായി തീരുകയും വിവേകരഹിതമായ ഹൃദയം അന്ധകാരത്തിൽ ആണ്ടുപോവുകയും ചെയ്തു. ബുദ്ധിമാന്മാരാണെന്ന് അഭിമാനിച്ചുകൊണ്ട് ഭോഷന്മാരായി തീർന്നു. കർത്താവെ, അങ്ങയെ കർത്താവായി അംഗീകരിച്ചുകൊണ്ട്
ഞങ്ങൾ ഒരുമിച്ച് സ്തുതിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം, കർത്താവേ നന്ദി, കർത്താവേ സ്തുതി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. ഹല്ലേലൂയ. പ്രൈസ് യു ജീസസ്. We adore you, Jesus. Glory to your name, Jesus. ഹല്ലേലൂയ. ദൈവമേ സ്തോത്രം, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ സ്തോത്രം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. യേശുവേ സ്തോത്രം, 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 സ്തോത്രം. നമുക്ക് ഈ ദിവ്യകാരുണ്യത്തിന് മുമ്പിലെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമുക്ക് അവകാശപ്പെട്ടതാണ്. കർത്താവ് തന്നു കഴിഞ്ഞതാണ്. അതുകൊണ്ട് ദൈവപിതാവെ അങ്ങ് ഞാൻ ആരാധിക്കുന്നു എന്ന് ആലപിച്ചുകൊണ്ട് ത്രിത്വൈക ദൈവത്തിന് മഹത്വം അർപ്പിക്കാം. ദൈവപിതാവേ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ദൈവപിതാവേ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലണച്ചു കുമ്പിടുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലണച്ചു കുമ്പിടുന്നു. യേശുവേ നാഥ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. യേശുവേ നാഥ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലണച്ചു കുമ്പിടുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലണച്ചു കുമ്പിടുന്നു. പാവനാത്മാവേ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. പാവനാത്മാവേ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. ജീവനുമെൻ്റെ സർവസ്വവും മുൻപിലണച്ച് കുമ്പിടുന്നു. ദൈവതിരുസന്നിധിയിലെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്താലും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണത്താലും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സഹവാസത്താലും ധന്യരാകുവാൻ നമ്മുടെ ഈ ആരാധനയിൽ നമ്മൾ ആലപിച്ച ഗാനം ആയിത്തീരട്ടെ. അതിനുവേണ്ടി നമുക്ക് കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ. പിതാവായ ദൈവമേ അങ്ങേ ആരാധന, പുത്രനായ ദൈവമേ ഞങ്ങളെ ആരാധിക്കുന്നു, പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ ആരാധിക്കുന്നു. ഹല്ലേലൂയ. ത്രിത്വൈക ദൈവമേ ആരാധന, ത്രിത്വൈക ദൈവമേ ആരാധന. ഹല്ലേലൂയ. പ്രൈസ് യു ജീസസ്. വി അഡോർ യു ജീസസ്. ദൈവമേ സ്തോത്രം, 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 സ്തോത്രം. ഈ സമയം നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ ശ്രവിച്ച വചനങ്ങൾ ഓരോന്നും നമ്മുടെ ഹൃദയത്തിൽ പതിയുവാനും 8 ദിവസം ധ്യാനം കഴിയുമ്പോൾ നമ്മളൊക്കെയും ആത്മാവിൽ നിറഞ്ഞവരാകുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നമ്മളെ സമർപ്പിക്കാം. പ്രാർത്ഥനയ്ക്ക് തടസ്സം സൃഷ്ടിക്കുന്ന ചില നമ്മളെ അലട്ടുന്ന പ്രശ്നങ്ങളുണ്ടാകാം. വചനം കേൾക്കുമ്പോൾ ശ്രദ്ധിക്കാൻ പറ്റാത്ത വണ്ണം അസ്വസ്ഥമാക്കുന്ന ജീവിത പ്രശ്നങ്ങളുണ്ടാകാം. വ്യക്തിപരമായി നമ്മളെ അലട്ടുന്ന രോഗപീഠകളോ അസ്വസ്ഥതകളോ എന്തുണ്ടെങ്കിലും കർത്താവ് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രഘോഷിച്ചപ്പോഴൊക്കെയും
അത് ശ്രവിക്കുവാൻ മക്കൾക്ക് തടസ്സമുണ്ടാകാതിരിക്കുവാൻ വേണ്ടി അവരുടെ ലൗകിക പ്രശ്നങ്ങളിൽ കർത്താവ് ഇടപെട്ടു. രോഗശാന്തി നൽകി, അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു, പിശാചുബാധനെ മോചിപ്പിച്ചു, തളർവാദ രോഗിയെ സുഖപ്പെടുത്തി. എല്ലാവിധ ബന്ധനങ്ങളിൽ നിന്ന് മോചിപ്പിച്ചത് ദൈവത്തിൻ്റെ ആത്മാവിനെ സ്വീകരിക്കാൻ വേണ്ടിയായിരുന്നു. നമ്മൾ ചിലപ്പോൾ അത് മറന്ന് രോഗശാന്തി മാത്രമാണെന്ന് കരുതാതെ ഇപ്പോൾ നമുക്ക് വേണ്ട സൗഖ്യം എന്താണ്, അത് കർത്താവിൻ്റെ സന്നിധിയിൽ എല്ലാവരും ഓർക്കുക. ഇപ്പോഴെൻ്റെ വീട്ടിൽ കുടുംബപരമായ സൗഖ്യം ആവശ്യമുള്ള കാര്യങ്ങളുണ്ടോ? അസ്വസ്ഥതയാക്കുന്ന, സമാധാനം കളയുന്ന വ്യക്തിപരമായ പ്രശ്നങ്ങളുണ്ടോ? രോഗപീഠകളുണ്ടോ? എല്ലാം സമർപ്പിക്കുക. ഹല്ലേലൂയ. ദൈവമേ സ്തോത്രം, സ്തോത്രം കർത്താവേ. ഇപ്പോൾ അങ്ങയുടെ സന്നിധിയിൽ ആയിരിക്കുന്ന ഈ മക്കളെ എപ്പോഴും സ്പർശിക്കണമേ, എല്ലാവരെയും സ്പർശിക്കണമേ. കുടുംബ സമാധാനമില്ലാത്തിടത്ത്, ദൈവരാജ്യത്തിൻ്റെ മക്കളുടെ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പറ്റാത്തിടത്ത് അതിന് തടസ്സം സൃഷ്ടിക്കുന്ന ശാരീരിക, മാനസിക, വൈകാരിക ബന്ധനങ്ങളിൽ നിന്ന് മോചിപ്പിക്കണമേ. ഒപ്പം എല്ലാവിധ തിന്മകളുടെ സ്വാധീനത്തിൽ നിന്നും അന്ധകാര ശക്തികളുടെ അധീശന്മാര് ഈ ഭവനത്തിന്റെ മേൽ ഭരണമേറ്റെടുത്തിട്ടുണ്ടെങ്കിൽ മനഃപൂർവ്വമായിട്ട് പരിശുദ്ധാത്മാവിനെ തള്ളിപ്പറയുകയോ പരിശുദ്ധാത്മാവിനെ ശ്രവിക്കാതെ രീതി എന്നിട്ടുണ്ടെങ്കിൽ ഈ സമയം കർത്താവെ പൂർണ്ണ വിടുതൽ നൽകി മക്കളെ അനുഗ്രഹിക്കണമേ. എല്ലാവിധ ബന്ധനങ്ങളും അഴിക്കണമേ, കെട്ടുകൾ അഴിക്കണമേ, രോഗപീഠകളിൽ നിന്ന് മോചനം നൽകണമേ കർത്താവെ. എല്ലാവിധ രോഗപീഠകളും മക്കളിൽ നിന്ന് വിട്ടുപോകട്ടെ കർത്താവെ. സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് മോചിപ്പിക്കണമേ. എല്ലാവിധ അസ്വസ്ഥതകളും മോചിപ്പിച്ച് ദൈവരാജ്യത്തിന്റെ മക്കളാകുവാൻ, എല്ലാവരും ആത്മാവിൽ നിറയുവാൻ, ഹൃദയത്തെ നിരന്തരമായി മതിച്ചുകൊണ്ടിരിക്കുന്ന ഭാരങ്ങൾ എടുത്തു മാറ്റട്ടെ, അസ്വസ്ഥതകൾ എടുത്ത് മാറ്റട്ടെ. ഏതെല്ലാം അസ്വസ്ഥതകളാണ് ഇവരുടെ ഹൃദയത്തെ ഭരിക്കുന്നത്, മനസ്സമാധാനം കെടുത്തുന്ന എന്തെല്ലാം നിരന്തരമായ ശല്യങ്ങളുണ്ടോ അതെല്ലാം കർത്താവായ യേശുവിന്റെ നാമത്തിൽ, അവർ തിരുരക്തത്തിന്റെ നാമത്തിൽ ബന്ധിച്ച് ദൂരെ അകറ്റുന്നു. പൂർണ്ണ വിടുതൽ പ്രാപിക്കട്ടെ കർത്താവെ. ശാരീരിക രോഗപീഠകൾ വിട്ടുപോകട്ടെ. എല്ലാവിധ സൗഖ്യവും നൽകി അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. ദൈവമേ സ്തോത്രം, 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 സ്തോത്രം കർത്താവെ. ആത്മസ്നാനം എന്തെന്ന് അറിഞ്ഞിട്ടും ഇപ്പോഴും ആത്മാവിൽ തുറന്നു കൊടുക്കാത്ത മക്കളുണ്ടെങ്കിൽ എല്ലാവർക്കും ആത്മാവിനെ തുറന്നു കൊടുക്കാനുള്ള കൃപ നൽകണമേ എന്ന് അങ്ങോട്ട് ഞങ്ങൾ യാചിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്നേഹമുള്ള ഈശോയെ, അങ്ങ് കരങ്ങളിലേക്ക് ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. ഇപ്പോൾ ഈ ധ്യാനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മക്കളുടെ വ്യക്തിപരമായ എല്ലാ ആവശ്യങ്ങളും സാധിച്ചു കൊടുക്കണമേ എന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കുടുംബത്തിൽ സമാധാനം കെടുത്തുന്ന രീതിയിൽ ഗൃഹനാഥൻ്റെ മദ്യപാനമോ മക്കളുടെ ദുർനടപ്പുകളോ ഒക്കെ കുടുംബത്തിലെ സമാധാനം കെടുത്തുന്നുണ്ടെങ്കിൽ അതിനെല്ലാത്തിനും അറുതി വരുവാൻ തക്കവിധം ദൈവാത്മാവ് എല്ലാവരുടെ മേലും നിയന്ത്രണം ഏറ്റെടുത്ത് പൂർണ്ണ സ്വാതന്ത്ര്യം ആ കുടുംബത്തിൽ നൽകുവാൻ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വളരെയധികം പേര് ഒരു കിടപ്പാടത്തിന് വേണ്ടി പൈസ കരുതിയിട്ട് പോലും തികയുന്നില്ല, പണി നടക്കുന്നില്ല, മുന്നോട്ട് പോകാതെ വിഷമിക്കുന്നവരുണ്ടല്ലോ. അവരെല്ലാവരെയും ഇപ്പോഴും ദൈവാത്മാവിനാൽ നിറയാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതിന് തടസ്സം സൃഷ്ടിക്കുന്ന രീതിയിൽ ഹൃദയത്തെ ഈ പ്രശ്നങ്ങൾ ഭരിക്കുന്നുണ്ടെങ്കിൽ ഈ സമയം ഹൃദയത്തെ ഭരിക്കുന്ന ആ അസ്വസ്ഥതകളിൽ നിന്ന് മോചിപ്പിച്ച് കർത്താവിനെല്ലാം സാധ്യമാണെന്ന് വിശ്വസിക്കാനുള്ള കൃപ ഇപ്പോൾ ഈ മക്കൾക്ക് നൽകണമെന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അസാധ്യ കാര്യമെന്ന് നമ്മൾ കരുതുന്ന, വളരെ നാൾ പ്രാർത്ഥിച്ചിട്ടും കേൾക്കാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്കിപ്പോൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് വിശ്വസിക്കാം. പരിശുദ്ധ അമ്മയോട് പറഞ്ഞില്ലേ, നീ ദൈവത്തിനെല്ലാം സാധ്യമാണ്. പുരുഷസ്പർശമേക്കാതെ ഒരു കുഞ്ഞ് ഉദരത്തിൽ വളരുവാൻ തക്ക വിധം അമ്മ ദൈവത്തിൻ്റെ മുമ്പിൽ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയാൻ കാരണം ദൈവത്തിന് എല്ലാം സാധ്യമാണെന്നത് അവൾ വിശ്വസിച്ചതുകൊണ്ടാണ്. അതുകൊണ്ട് നമുക്കും വിശ്വാസത്തോടെ ഏറ്റുപറയാം. ഓരോ കുടുംബത്തിലിരുന്നോ ഒറ്റയ്ക്കിരുന്നോ ഇപ്പോൾ ഈ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും അസാധ്യമാണെന്ന് കരുതിയിരുന്ന കാര്യങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് ദൈവത്തിനെല്ലാം സാധ്യമാണ് എന്ന് വിശ്വസിക്കാം. അതിനുള്ള കൃപ ലഭിക്കുവാനായി നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ജീസസ്. കർത്താവേ, അവിടുന്ന് ഇപ്പോൾ ഈ മക്കളുടെ മേൽ ആത്മാവിനെ വർഷിക്കണമേ. ഇവർക്ക് തീരുമാനമെടുക്കാനുള്ള കഴിവ് നൽകണമേ. ലോക പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് അനുഗ്രഹമാണ്, അതൊരിക്കലും ഒരു ഭാരമല്ല. കാരണം സ്വർഗത്തിന്റെ മക്കൾക്ക് സ്വർഗത്തിന്റെ ഇടപെടൽ ഞങ്ങൾ ഉണ്ടാകുവാൻ വേണ്ടിയുള്ള മുന്നാസ്വാദനമാണത്. കർത്താവെ, എല്ലാ സഹനവും എല്ലാ രോഗവും എല്ലാ അസ്വസ്ഥതകളും ക്രിസ്തുവിന്റെ പീഡകളോട് ചേർത്ത് അവിടുത്തെ ഉത്ഥാനം പോലെ ഇതിന് ഉത്ഥാനം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുവാൻ ഈ മക്കളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. ദൈവമേ സ്തോത്രം, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. കർത്താവേ സ്തോത്രം, 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 സ്തോത്രം. യേശുവേ സ്തോത്രം, സ്തോത്രം. പരിശുദ്ധാത്മാവിനെ സ്തുതിച്ചുകൊണ്ട് വീണ്ടും നമുക്കൊരു ഗാനം ആലപിച്ച് നമ്മളിലേക്ക് ദൈവാത്മാവ് കടന്നു വരാൻ ആഗ്രഹിക്കാം. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. ചേർന്ന് ആലപിക്കുക. പരിശുദ്ധ
പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. നമ്മുടെ ആത്മാവ് പൂർണ്ണ സൗഖ്യം പ്രാപിക്കുവാൻ ഈ ആശീർവാദത്തിനായി ശിരസ് നമിക്കാം. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്യന് മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. മാനവരേ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ, ദൈവത്തിൻ പരിപാവനമാം സന്നിധി ചേർന്നു വണങ്ങിടുവിൻ, സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സ്വർഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യകടാക്ഷം തൂകണമേ വത്സലസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ആരാധന ആരാധന നാഥ ആരാധന. ആരാധന ആരാധന നാഥ ആരാധന. ആരാധന ആരാധന നാഥ ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ഇന്നുമെന്നും അങ്ങേക്കാരാധന. നാളെ നമ്മൾ ഈ സമയത്ത് ആരാധനയിൽ പങ്കെടുക്കുന്നത് വരെ നമുക്ക് ഏറ്റുപറയാം, പരിശുദ്ധാത്മാവേ ഞങ്ങളെ നിറയണമേ, പരിശുദ്ധാത്മാവേ ഞങ്ങളെ നിറയണമേ. നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം.